വെടിനിർത്തൽ ധാരണ തുടരുന്ന സാഹചര്യത്തിൽ ബലൂചിസ്ഥാനിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായി സൂചന. അതേസമയം പാകിസ്ഥാനിൽ നിന്ന് വേർപിരിയാൻ ധീരമായ നീക്കങ്ങൾ നടത്തുകയാണിപ്പോൾ ബലൂചിസ്ഥാൻ. മെറിയാർ ബലൂച്ച് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. സുപ്രധാനമായ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ. കിഴക്കൻ അതിർത്തിയിലുള്ള സൈന്യത്തെ വീണ്ടും ബലൂചിസ്ഥാനിലേക്ക് വിന്യസിക്കാനാണ് ശ്രമം. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ നൽകിയ നിർണായക പ്രഹരത്തിൽ പാകിസ്ഥാൻ ഇപ്പോഴും വലയുകയാണ്. ബലൂച്ച് സ്വാതന്ത്ര്യ പ്രസ്ഥാനം സാഹചര്യം മുതലെടുത്ത് നടത്തുന്ന നീക്കങ്ങൾ പക്ഷേ നേരിടാതിരിക്കാനാവില്ല എന്ന നിലപാടിലാണ് സേന. അതേസമയം മേഖലയുടെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്തതായാണ് ബലൂച്ച് പോരാളികൾ അവകാശപ്പെടുന്നത്. ബലൂച്ച് മേഖലയിലെ വലിയ പ്രദേശത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് ഇനി ഇല്ലെന്ന് ബലൂച്ച് അമേരിക്കൻ കോൺഗ്രസിന്റെ സെക്രട്ടറി ജനറൽ റസാഖ് ബലൂച്ച് പറഞ്ഞു. മേഖലയുടെ 80% നിയന്ത്രണം പാകിസ്ഥാന് നഷ്ടപ്പെട്ടു. രാത്രി പാകിസ്ഥാൻ സൈന്യത്തിന് ക്വറ്റയിൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. സുരക്ഷാ ഭയം കാരണം വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 5 വരെ പാകിസ്ഥാൻ സൈന്യം പെട്രോളിംഗ് നിർത്തിയെന്നും റസാഖ് ബലൂച്ച്. മിറിയാർ ബലൂച്ച് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ്. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇന്ത്യ പിന്തുണയ്ക്കണമെന്ന് തുടർച്ചയായി ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്തുണ വൈകുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന് സഹായകമാകുമെന്നും ഇത് ബലൂചിസ്ഥാനെ മാത്രമല്ല മുഴുവൻ മേഖലയെ ബാധിക്കുമെന്നും വിമതർ ചൂണ്ടിക്കാണിക്കുന്നു. ബംഗ്ലാദേശിലെ പോലെ പാകിസ്ഥാൻ സൈന്യത്തെ പുറത്താക്കുന്നതിന് മുമ്പ് അവർ അന്തസ്സോടെ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്നും ബലൂച്ച് നേതാക്കൾ വ്യക്തമാക്കുന്നു. അതിനിടയിൽ പാകിസ്ഥാൻ സൈനിക ആസ്ഥാനം റാവൽപിണ്ടിയിലെ ചക്ലാലയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. മെയ് 10 നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് നടപടി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശ് ബിജെപി മന്ത്രി വിജയ് ഷായുടെ രാജി ബിജെപി ആവശ്യപ്പെടില്ല. കോടതി തീരുമാനം അനുസരിക്കുമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അടക്കമുള്ള നേതാക്കൾ. അതേസമയം വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെ വിജയ് ഷാ വിമർശിക്കാതിരുന്നത് ജാതി സംബന്ധിച്ച തെറ്റിദ്ധാരണ കാരണമാണെന്ന സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാലിന്റെ പരാമർശത്തിലും വിമർശനം ശക്തമാവുകയാണ്. ഭീകരവാദികളുടെ സഹോദരി എന്ന പരാമർശം നടത്തിയ മന്ത്രി വിജയ് ഷായ്ക്ക് ഒപ്പം ഉറച്ചു നിൽക്കുകയാണ് മധ്യപ്രദേശ് സർക്കാരും ബിജെപിയും. കോടതി വിമർശനത്തോടെ വിജയ് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയേക്കുമെന്ന സൂചന ഉണ്ടായിരുന്നുവെങ്കിലും വ്യാഴാഴ്ച രാത്രി ഭോപ്പാലിൽ ചേർന്ന യോഗത്തോടെ നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. കോടതി നിർദ്ദേശം പാലിക്കാനാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മ, സംഘടനാ സെക്രട്ടറി ഹിതാനന്ദ് ശർമ്മ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലെ ധാരണ. ഹൈക്കോടതി വിജയ് ഷായുടെ രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അതിനാൽ രാജിയുടെ ആവശ്യമില്ലെന്നും നേതാക്കൾ പറയുന്നു. खास करके मैं इस मामले में इतना ही कहना चाहूंगा कि न्यायपालिका ने जो आदेश दिया है, हमारी सरकार ने उसका यथायोग्य तरीके से पालन किया है और न्यायालय जो कहेगा हम उस हिसाब से चलते जाएंगे। इस्तीफे की मांग कर रही है कांग्रेस तो करती रहेगी। कांग्रेस सिद्धारमैया से मांग ले, उनके मुख्यमंत्री रहते हुए कांग्रेस के सारे मंत्रियों पे मुकदमे चल रहे हैं। कांग्रेस केवल बात ही कर सकती है। कांग्रेस के आचरण में केजरीवाल का साथ चुनाव में लड़कर कदम से कदम मिला के दिया। वो तो मुख्यमंत्री होते जेल में गए थे। कांग्रेस कहाँ गई थी उस समय? कांग्रेस जिस मुंह से बोल रही, कांग्रेस को तो अधिकार ही नहीं बोलने का। कांग्रेस ने जितनी बेशर्मी की हदें पार की है आज तक किसी ने नहीं की. പരാമർശത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയാൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസിന്റെ വിജയമായി കണക്കാക്കപ്പെടുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ഷായെ മാറ്റുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായവും നേതാക്കൾക്കുണ്ട്. അതിനിടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെ വിമർശിക്കാത്തത് ജാതി സംബന്ധിച്ച തെറ്റിദ്ധാരണ കാരണമാണെന്ന സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവിന്റെ പരാമർശത്തിൽ വിമർശനം കടുക്കുകയാണ്. മൊറാദാബാദിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു രാം ഗോപാൽ യാദവിന്റെ പ്രതികരണം. മുസ്ലിം ആയതിനാലാണ് കേണൽ സോഫിയ ഖുറേഷിയെ വിമർശിച്ചത്. വ്യോമിക സിംഗും എയർ മാർഷൽ AK ഭാരതിയും പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. രജ്പുത് വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്ന് വിചാരിച്ചാണ് വിജയ് ഷാ വിമർശനം ഉന്നയിക്കാതിരുന്നതെന്നും രാം ഗോപാൽ യാദവ് പറഞ്ഞു. രാം ഗോപാൽ യാദവിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നു. പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന വിശദീകരണവുമായി രാം ഗോപാൽ യാദവും രംഗത്ത് വന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18.